രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ ഞാൻ ഉറപ്പു നൽകുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ പൂർണ്ണമായി മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചിന്തിക്കുക മാത്രം ചെയ്യുന്ന ആ വലിയ സ്വപ്നം നിങ്ങളുടെ നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യമായി മാറും. പക്ഷെ ചോദ്യം ഇതാണ്, രാത്രിയുടെ ഈ അദൃശ്യ ശക്തി ഉപയോഗിക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? അതോ എല്ലാ രാത്രിയും പോലെ ഇന്നും ഒന്നും ചിന്തിക്കാതെ വെറുതെ ഉറങ്ങാൻ പോവുകയാണ്? മറ്റൊരു മനോഹരമായ സ്വപ്നം കൂടി അപൂർണമായി അവശേഷിപ്പിക്കുകയാണോ? നിൽക്കൂ. കാരണം ബുദ്ധനും വേദങ്ങളും ശാസ്ത്രവും മനഃശാസ്ത്രവും ഒരുപോലെ അംഗീകരിച്ച ഒരു നിഗൂഢ രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം, പണം, സമാധാനം, വിജയം അതെല്ലാം നിങ്ങളിലേക്ക് അതിവേഗം ഓടിയെത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, സക്സസ് മന്ത്രയുടെ പുതിയൊരു പോസിറ്റീവ് അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉണർത്തി പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാനുള്ള രാത്രികാല രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ തുറന്നു കാട്ടുന്നത്. വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നോക്കൂ കൂട്ടുകാരെ, രാത്രിയിൽ ബാഹ്യലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുകയാണ്. നിങ്ങളുടെ ബോധ മനസ്സ് പകൽ മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ചുറങ്ങുന്നു. എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അപ്പോൾ പൂർണ്ണമായും ഉണർന്നിരിക്കുകയാണ്. ആ നിമിഷം നിങ്ങൾ ഉള്ളിൽ എന്താണോ തീവ്രമായി ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യമായി മാറുന്നത്. ചിന്ത പോലെ ജീവിതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു വെറും പഴഞ്ചൊല്ലല്ല, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ ചിന്തയെ ഒരു ശാശ്വത സത്യമായി അംഗീകരിക്കുന്നു. പിന്നീട് ഈ പ്രപഞ്ചം മുഴുവൻ ആ ചിന്തയെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ അദൃശ്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കൊന്നുമില്ല, എൻ്റെ തലവര മോശമാണ്, ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നും ഉറങ്ങാൻ പോകുന്നതെങ്കിൽ പ്രപഞ്ചവും പറയും, ശരി സുഹൃത്തെ, നീ പറയുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാം. എന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ പുതിയൊരു കഥയാണ് പറയുന്നതെങ്കിലോ, എനിക്ക് കഴിവുണ്ട്, ഞാൻ ഓരോ ദിവസവും സമൃദ്ധിയിലേക്ക് മെച്ചപ്പെടുന്നു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകളിൽ പുതിയ പോസിറ്റീവ് വഴികൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിൽ ആവർത്തിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ന്യൂറൽ പാത്വേകൾ രൂപപ്പെടുന്നു. കാട്ടിലൂടെ ഒരേ വഴിയിലൂടെ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അവിടെ ഒരു നടപ്പാത ഉണ്ടാകുന്നത് പോലെയാണത്. ഇതിനെ ശാസ്ത്രത്തിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ ഫിൽട്ടറാണിത്. എൻ്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചാൽ ദാരിദ്ര്യവും ഇല്ലായ്മയും മാത്രമേ നിങ്ങളുടെ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫിൽട്ടർ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണിച്ചു തരൂ. എന്നാൽ എനിക്ക് അവസരങ്ങളുണ്ട്, ഞാൻ മുന്നോട്ടു പോവുകയാണ് എന്ന് നിങ്ങൾ ഉറങ്ങാൻ നേരം ചിന്തിച്ചാൽ പുതിയ വഴികൾ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ തുറന്നു തരും. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നിങ്ങൾ മാറുന്നു. വേദങ്ങൾ പറയുന്നു, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരുന്നത്. ഓരോ ചിന്തയും ഒരു കമ്പനമാണ്, ഒരു വൈബ്രേഷനാണ്. നിങ്ങളുടെ ചിന്തകളുടെ അതേ വൈബ്രേഷനിലുള്ള സാഹചര്യങ്ങളെയാണ് പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാന്തം പോലെ ആകർഷിക്കുന്നത്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവുകൾ മാറുന്നുണ്ട്. ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്കും പിന്നീട് തീറ്റ സ്റ്റേറ്റിലേക്കും നിങ്ങളുടെ മനസ്സ് പ്രവേശിക്കുന്നു. നിങ്ങളുടെ ബോധ മനസ്സ് സാവധാനത്തിലാവുകയും ഉപബോധ മനസ്സിന്റെ പ്രധാന വാതിൽ പൂർണ്ണമായി തുറക്കപ്പെടുകയും ചെയ്യുന്ന അതിശയിപ്പിക്കുന്ന അവസ്ഥയാണിത്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിളവ് വളരുന്ന ആത്മീയ മണ്ണിലേക്ക് നിങ്ങളുടെ ചിന്തകൾ നേരിട്ട് വീഴുന്ന സമയം. ആ സമയത്ത് എനിക്കൊന്നും നല്ലത് സംഭവിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ വിത്ത് പാകി കഴിഞ്ഞു. എന്നാൽ ഞാനാണ് എൻ്റെ ജീവിതത്തിന്റെ സൃഷ്ടാവ്,
നാളെ എനിക്ക് അവസരങ്ങളുടെ പെരുമഴയായിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാന്ത്രിക വിത്താണ് അവിടെ വിതയ്ക്കുന്നത്. ഓരോ രാത്രിയും പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അടുത്ത പ്രഭാതം എങ്ങനെയായിരിക്കണമെന്ന്. നിങ്ങൾ നൽകുന്ന ഉത്തരമാണ് നിങ്ങളുടെ ഭാഗ്യമായി മാറുന്നത്. ഓരോ രാത്രിയും ഒരേ വേദനകളും ഭയവും ഉള്ളിൽ നിറച്ച് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വലിയ അനീതിയാണ് ചെയ്യുന്നത് എന്നോർക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രാത്രിയിൽ ചെയ്യേണ്ട പവിത്രമായ 7 മിനിറ്റ് നൈറ്റ് റിച്വൽ നൽകാം. പൂർണ്ണ മനസ്സോടെ നിങ്ങളിത് ദിവസവും ചെയ്താൽ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. സ്റ്റെപ്പ് 1, റിലീസ്. കണ്ണുകൾ അടച്ച് പതുക്കെ ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, മുഴുവൻ ദിവസത്തെയും ഉത്കണ്ഠകളും നെഗറ്റിവിറ്റിയും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ സ്വതന്ത്രനാണ്. സ്റ്റെപ്പ് 2, വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം മാറിയതായി സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച വലിയ ജോലിയിൽ, ആഗ്രഹിച്ച മനോഹരമായ ബന്ധത്തിൽ, വിജയത്തിന്റെ കൊടുമുടിയിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് ആഴത്തിൽ സങ്കല്പിക്കുക. അത് കണ്ട് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുക. സ്റ്റെപ്പ് 3, അഫർമേഷൻ. ഈ വാക്കുകൾ ഉള്ളിൽ തട്ടി പറയുക. ഞാനൊരു ശക്തമായ ആത്മാവാണ്. ഓരോ ദിവസവും പ്രപഞ്ചം എന്നെ എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. എൻ്റെ ചിന്തകളാണ് എൻ്റെ ഭാഗ്യത്തിൻ്റെ സൃഷ്ടാവ്. അതിനുശേഷം ശാന്തമായി ഉറങ്ങുക. ഇനി പ്രപഞ്ചത്തിൻ്റെ അദൃശ്യ ഊർജം നിങ്ങൾക്കായി ചലിച്ചു തുടങ്ങും. ഹോളിവുഡ് നടൻ ജിം കാരിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ സ്വന്തമായി ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ രാത്രിയും താൻ ലോകം ആരാധിക്കുന്ന ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് അദ്ദേഹം കിടക്കയിൽ കിടന്ന് സ്വയം ഭാവന ചെയ്യുമായിരുന്നു. ഒരു വെറും കടലാസ് ചെക്കിൽ $10 മില്യൺ എന്ന് എഴുതി അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ സൂക്ഷിച്ചു. ഓരോ രാത്രിയും അതേ വിഷ്വലൈസേഷൻ, അതേ ഉറച്ച വാക്യം, ഞാൻ ഇതിന് യോഗ്യനാണ്. വിശ്വസിക്കൂ, വെറും 5 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനൊരു വമ്പൻ സിനിമയ്ക്കായി കൃത്യം $10 മില്യൺ യഥാർത്ഥ ചെക്ക് ലഭിക്കുകയുണ്ടായി. ഇതൊരു യാദൃശ്ചികതയായിരുന്നില്ല. ഇത് ഉറക്കത്തിന്റെ ആൽഫ തീറ്റ അവസ്ഥയുടെ മാന്ത്രികതയായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ കിടക്കുമ്പോൾ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടിനി ഒന്നും നടക്കില്ല എന്ന് വിഷം പോലുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. ഉറങ്ങുന്നതിന് മുൻപുള്ള നിങ്ങളുടെ അവസാനത്തെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ദിവസത്തെ ദിശ നിർണ്ണയിക്കുന്നത്. പ്രപഞ്ചം ഇമെയിലോ വാട്സാപ്പ് മെസ്സേജോ അയക്കാറില്ല. അത് കമ്പനങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വിജയത്തിലേക്ക് അടുക്കുമ്പോൾ പ്രപഞ്ചം നൽകുന്ന 7 സൂചനകൾ ഇവയാണ്. 1, ആവർത്തിച്ച് കാണുന്ന നമ്പറുകൾ. 11, 11, 222, 777 തുടങ്ങിയവ ക്ലോക്കിലോ നോട്ടുകളിലോ കാണുന്നത് പ്രപഞ്ചത്തിന്റെ സിഗ്നൽ കോഡുകളാണ്. 11, 11 എന്നാൽ നിങ്ങളുടെ ചിന്തയും പ്രപഞ്ചവും തമ്മിൽ സമന്വയം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. 2, അത്ഭുതപ്പെടുത്തുന്ന യാദൃശ്ചികതകൾ. നിങ്ങൾ ഒരാളെ ഓർക്കുന്നു, പെട്ടെന്ന് അവർ മുന്നിലെത്തുന്നു. 3, പെട്ടെന്നുള്ള മാനസിക വ്യക്തത. കൺഫ്യൂഷനുകൾ മാറി ഇനി എന്ത് ചെയ്യണമെന്ന കൃത്യമായ ബോധമുണ്ടാകുന്നു. 4, കാര്യങ്ങൾ താനെ അകന്നു പോകുന്നത്. ചില മോശം സാഹചര്യങ്ങളോ ആളുകളോ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നു. 5, അർത്ഥവത്തായ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്നു. 6, ആന്തരിക സമാധാനം. വലിയ കാരണങ്ങളൊന്നുമില്ലാതെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് ശാന്തത അനുഭവപ്പെടുന്നു. ഈ ഓരോ സൂചനകൾ കാണുമ്പോഴും പ്രപഞ്ചത്തോട് മനസ്സറിഞ്ഞ് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും വ്യക്തമായിരിക്കണം. എനിക്കൊരു നല്ല ജീവിതം വേണം എന്ന് അവ്യക്തമായി പറയാതെ, എനിക്ക് ഇത്ര വരുമാനമുള്ള ഇങ്ങനെയുള്ള കരിയർ വേണം എന്ന് വ്യക്തമായി പറയുക. ആവശ്യപ്പെടുന്നത് സത്യസന്ധമായ വികാരത്തോടെ ആയിരിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു.
നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു കാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഈ 21 ദിവസത്തെ നൈറ്റ് റിച്വൽ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ക്ലെയിം മൈ മിറക്കിൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം വലിയ അത്ഭുതങ്ങളാൽ നിറയട്ടെ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. സക്സസ് മന്ത്ര ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു അത്ഭുത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിശ്വാസം സൂക്ഷിക്കുക. പ്രപഞ്ചത്തെ നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. നന്ദി, നമസ്കാരം.